എല്ലാവരുടെയും മുന്നേ വെച്ച് ഞാൻ നിന്നോട് സോറി പറഞ്ഞില്ലേ? ഇനിയും പറയണോ? പ്ലീസ്, ഈ കരച്ചിലൊന്ന് നിർത്ത്. ഞാൻ ഒരിക്കലും ആരെയും കരയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല ശിവാനി. ഞാൻ കാരണം ആരും വേദനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാ. ഇന്നറിയാതെ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. സോറി, ഒന്ന് ക്ഷമിക്കാനോട്. ബാബ, ഞാനൊരു വലിയ പ്രശ്നത്തിലകപ്പെട്ടിരിക്കുക. നാഗമാണിക്യത്തിനൊരു അപകടമുണ്ട്. ആരിൽ നിന്ന്? ഇച്ഛാധാരി നാഗറാണിയിൽ നിന്ന്. എനിക്ക് ഇച്ഛാധാരി നാഗറാണിയെ എതിർക്കേണ്ടി വന്നു. നാഗമാണിക്യം അവൾ തിരിച്ചു ചോദിച്ചു. ആ നാഗറാണി വേറെ ആരുമല്ല, എന്റെ മരുമകൾ തന്നെയാ. എനിക്കതൊരു വല്ലാത്ത ഷോക്കായിപ്പോയി. പക്ഷെ എന്റെ മകനും കൂടി അത് കണ്ടു കഴിഞ്ഞപ്പോ ഒരു കാര്യം ഉറപ്പായി ബാബ. ശിവാനി വേറെയാണെന്നും നാഗറാണി വേറെയാണെന്നും. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. എന്റെ മരുമകളുടെ രൂപത്തിൽ വന്നത് ആരാണ്? അവളാണോ ഇച്ഛാധാരി നാഗറാണി? എനിക്ക് ഉത്തരം കിട്ടണം. എന്തിനാ ചിരിക്കുന്നേ? നീ അവളെ കണ്ടു, അത് കാരണം നീ ഇത്രയ്ക്ക് അസ്വസ്ഥനായത് കണ്ട് ചിരിച്ചു പോയതാ. എന്തിന്? അവൾ നീ വിചാരിക്കുന്നത് പോലെ ഇച്ഛാധാരി നാഗറാണി അല്ല. ഞാൻ സൃഷ്ടിച്ച ഒരു മായയാണ്. മായോ? അതെ, എനിക്കൊരു സൃഷ്ടി അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് മഹാകാളിയെ ധ്യാനിച്ച് ഒരു പെണ്ണിനെ സൃഷ്ടിച്ചെടുത്തു. അതിനൊരു രൂപവും ആവശ്യമായിരുന്നു. അപ്പൊ നിന്റെ മരുമകളെ ഓർമ്മ വന്നു. അവളുടെ അതേ ഛായയിൽ അവളെ പോലൊരു രൂപം ഞാൻ സൃഷ്ടിച്ചെടുത്തു. അപ്പോ അതെന്റെ മരുമകളല്ലേ? അങ്ങയുടെ സൃഷ്ടിയായിരുന്നു? അതെ, അവളൊരു സാധാരണക്കാരിയല്ല. ഇച്ഛാധാരി നാഗറാണിയായി രൂപം മാറാൻ കഴിവുള്ള ശിവാനിയുടെ നിഴലാണ്. അങ്ങനെ ഒരു സൃഷ്ടിയുടെ ആവശ്യകത എന്തായിരുന്നു ബാബ? നിന്നെ ശല്യപ്പെടുത്തുന്ന നിന്റെ സ്നേഹിതനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മാർഗം കണ്ടെത്തിയത്. അതിനായി ഒരു രൂപവും എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് നിന്റെ മരുമകളെ തിരഞ്ഞെടുത്തത്. പക്ഷേ അവളാകെ പേടിച്ചിരിക്കുക. അവളുടെ രൂപം എന്തിനാ തിരഞ്ഞെടുത്തത്? എന്റെ രൂപം പോരായിരുന്നു? ദിഗ്വിജയ, ഞാൻ എന്ത് ചെയ്താലും അതിനൊരു കാരണമുണ്ടായിരിക്കും. നീ വിഷമിക്കണ്ട. ഇനി അങ്ങോട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. എന്നാൽ കുറച്ചു ദിവസത്തേക്ക് നിന്റെ മരുമകൾ വീടിന് പുറത്തു വരാതെ നോക്കണം. ആയിക്കോട്ടെ ബാബ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എല്ലാ പ്രശ്നത്തിനും ഞാൻ തന്നെ പരിഹാരം കണ്ടോളാം. ഭൈരവന്റെ ആജ്ഞ അനുസരിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും സാമ്രാട്ടിന്റെ കൂടെ ചേരണം. അവന്റെ കൂടെ നിന്നാൽ മാത്രമേ എന്റെ കാര്യങ്ങൾ നടക്കൂ. ഈ ദിഗ്വിജയ് ഇപ്പൊ ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്റെ വാക്കിന് ഒരു വിലയും തരുന്നില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്റെ ഇര ഇവിടെയുണ്ട്. എന്താ ഇത്? ആരും എന്നെ തടയുന്നുണ്ടല്ലോ. ഇല്ല, ഏതോ ഒരു ശക്തി എന്നെ തടഞ്ഞുകൊണ്ടിരിക്കുക. ഏത് ശക്തിയാണിത്? ത്രയംബകന്റെ ശക്തിയോ?
അവൻ മരിച്ചു പോയിട്ടും അവന്റെ ശക്തി ഇപ്പോഴും ഇവനെ കാത്തു രക്ഷിക്കുകയാണല്ലോ. ഛേ, ഇപ്പൊ ഇവന്റെ അടുത്തേക്ക് പോകുന്നത് അസാധ്യമാണ്. ആരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ. ചേട്ടാ, എന്താ അർജന്റായിട്ട് വരാൻ പറഞ്ഞേ? അതെടാ, ദിഗ്വിജയ് എന്റെ വാക്കുകൾ കേട്ടില്ല. ഞാൻ പൈസ തരാൻ പറഞ്ഞിരുന്നു, അതും അവൻ മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ടാ ഞാൻ അന്നേ പറഞ്ഞേ അവന്റെ വീട്ടിൽ പോയി ആ കാശ് മേടിച്ചെടുക്കാന്ന്. നിങ്ങളൊന്ന് മൂളിയാ മതി, ഇപ്പൊ തന്നെ പോയിട്ട് വരാന്നേ. വേണ്ടടാ, ഞാൻ അവൻ ഇരിക്കുന്നിടത്തേക്കല്ല പോകേണ്ടത്. അവൻ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് വരണം. അതെങ്ങനെയാട്ടാ? അവൻ ഫോൺ പോലും എടുക്കുന്നില്ല, പിന്നെ അവൻ എങ്ങനെ? ഏയ്, വരുവടാ. അവൻ വരും, വന്നേ പറ്റൂ. വരുത്താനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും. അവന്റെ മകളെ നമ്മൾ തട്ടിക്കൊണ്ടുവന്ന നമ്മളുള്ളിടത്തേക്ക് അവന് വന്നേ പറ്റൂ. മകളെയോ? അതെ, അവന്റെ വീക്ക്നെസ് അവന്റെ മകളാണ്. അവളെ നമ്മൾ കിഡ്നാപ്പ് ചെയ്ത അവനായിട്ട് ഇങ്ങോട്ട് വരും. ഇപ്പോ അവള് കോളേജ് കഴിഞ്ഞ് വരുന്ന സമയമാണ്. നിങ്ങൾ പോയി അവളെ ഇങ്ങോട്ട് പിടിച്ചോണ്ടുവാ. പെട്ടെന്നാകട്ടെ, പോ വേഗം. ശരിയാണോ? നടക്കടാ. എനിക്ക് നേരിട്ട് സാമ്രാട്ടിന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല. ഞാൻ അവന്റെ കൂടെ ചേരണമെങ്കിൽ ഈ അവസരം മുതലെടുത്തേ പറ്റൂ. ശിവാനി, ഈ വിഷയത്തിൽ ഇത്രയ്ക്ക് വിഷമിക്കാൻ മാത്രം എന്താ ഉള്ളത്? ഞാൻ എപ്പോഴും നിന്നെ ഇതുപോലെ എത്രയോ വിഷയങ്ങളിൽ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. ഇതും അതുപോലെയാണെന്ന് കരുതിയാ പോരായിരുന്നു. ചിലരുടെ നാക്കിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കേൾക്കേണ്ടി വരുമ്പോ അത് നമുക്ക് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമായിരിക്കും തൃശൂൽ. എന്റെ ഉദ്ദേശം നിന്നെ വേദനിപ്പിക്കുക എന്നതല്ല ശിവാനി. എന്താണെന്നറിയില്ല, നിന്നെ പാമ്പിന്റെ രൂപത്തിൽ കണ്ടപ്പോ അത് നീയാണോ എന്ന് ഒരു പ്രാവശ്യം കൂടി അന്വേഷിക്കണമെന്ന് പോലും എനിക്ക് തോന്നിയില്ല. ആ നിമിഷം എന്റെ മനസ്സിൽ തോന്നിയതൊന്നു മാത്രം, ഞാൻ ചതിയിൽ പെട്ടിരിക്കായിരുന്നല്ലോ എന്ന്. അതിനെല്ലാം കാരണം ആ സർപ്പങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ശല്യം തന്നെയാ. കുട്ടിക്കാലം മുതലേ കാണുന്നതാ ശിവാനി, ആ പാമ്പ് ഓരോരോ രീതിയിൽ ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും ഒരു പാമ്പിനെ പോലും ഉപദ്രവിച്ചിട്ടേ ഇല്ല. എന്നാൽ അതാണെങ്കിൽ ഞങ്ങള് പിന്തുടർന്ന് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പാമ്പ് ശല്യപ്പെടുത്താനാണ് വന്നതെന്ന് എന്തിനാ നീ കരുതുന്നേ? വേറെ എന്തെങ്കിലും കാരണത്തിനായിക്കൂടെ വന്നത്? പാമ്പ് ശല്യപ്പെടുത്താതെ പിന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. അല്ല ശിവാനി, അതിനെന്താ മനുഷ്യന്മാരുടെ പോലെ നല്ല മനസ്സുണ്ടോ? വിഷജന്തു എന്നും വിഷജന്തു തന്നെയാ. പാമ്പ് കടിച്ച ജീവൻ പോകും എന്നല്ലാതെ ആരുടെയും ജീവൻ രക്ഷപ്പെടില്ല. അത് വിനാശകാരി അവിനാശകാരിയല്ല. തൃശൂൽ, മതി മതി തൃശൂൽ, ഇനി അതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. എന്തുപറ്റി ശിവാനി? ഞാൻ ഇത്രയും ദേഷ്യത്തോടുകൂടി സംസാരിക്കുമ്പോ പാമ്പിനെ പറ്റി സംസാരിക്കണമെന്ന് പറയുന്ന ഈ വീടിന്റെ സമാധാനം തന്നെ നശിപ്പിച്ചിരിക്കുക ശിവാനി ആ പാമ്പ്. ഇപ്പൊ അത് നിന്റെ രൂപത്തിലും എന്റെ മുന്നിൽ വന്നില്ലേ? അല്ല, ഇത്രയും ദേഷ്യമുള്ള പാമ്പിനെ പറ്റി ഒന്നും സംസാരിക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ, എന്താ? എന്തുകൊണ്ടെന്നാൽ നമ്മൾ രണ്ടുപേരും മഹാവംശത്തിൽപ്പെട്ടവരാണ്. നാഗലോകത്തിന്റെ മഹാരാജാവായിട്ട് നിന്റെ നാവിൽ നിന്നും ഇങ്ങനെയുള്ള വാക്കുകൾ വരാൻ പാടില്ല. അതങ്ങനെയാണ്. ദയവ് ചെയ്ത് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്ത്. ഇല്ല, ഈ വിഷയത്തിൽ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. പാമ്പ് നിന്റെ രൂപത്തിലാവട്ടെ അല്ലെങ്കിൽ വേറെ ആരുടെ രൂപത്തിലും ആയിക്കോട്ടെ, ഇനി ഒരിക്കൽ എന്റെ കൺമുമ്പിൽ വന്നു പോയാ 100% അതിന്റെ മരണമായിരിക്കും അന്ന്. എനിക്ക് എന്റെ വീട്ടുകാരെ വലുത്, അവരുടെ സമാധാനം വലുത്. അത് നശിപ്പിക്കാൻ ആ പാമ്പിനെ ഇനി ഞാൻ സമ്മതിക്കില്ല. ഈ ലോകത്ത് എത്ര പാമ്പുണ്ടോ അതിനെ മുഴുവൻ ഞാൻ കൊന്നിരിക്കും. ഇന്നെന്തെങ്കിലും ചെയ്ത് അവളുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കി എന്റെ പ്രണയം പറയണം. അവൾ സമ്മതിക്കുകയാണെങ്കിൽ ഈ മോതിരവും ഇട്ടുകൊടുക്കണം. ഹായ് അജിത്. ഹായ്. എന്താ ഇങ്ങനെ നടുറോഡിൽ വന്ന് നിൽക്കുന്നേ? ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നാണോ? ആരെയാ അത്? അത് നിനക്ക് വേണ്ടി തന്നെയാ. എന്ത്, എനിക്ക് വേണ്ടിയോ? അതെന്തിനാ? അത് വേറൊന്നുമല്ല, കുറച്ച് ദിവസമായിട്ട് നിന്നോട് ഒരു കാര്യം പറയണമെന്ന് കരുതുന്നു. എന്റെ അടുത്തോ? എന്താ? അത് നിനക്ക് എന്നെ പറ്റി എന്താ അഭിപ്രായം? കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒന്നെങ്കിൽ ഞാനായിട്ട് വരും, അല്ലെങ്കിൽ നീയായിട്ട് വരും. അതിനൊരു കാരണം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്റെ മനസ്സിലെ ആ കാരണം നിന്നോട് പറയാനാ ഞാൻ വന്നത്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം.
നിന്റെ മനസ്സിലും എന്നോട് വീണേ ഇതെവിടെ പോയി? ഏയ് എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നേ? ആരാടാ നിങ്ങള്? വിടാൻ. അജിത്, വിട്. മിണ്ടാതെ നടക്കടി അങ്ങോട്ട്. മിണ്ടാതെ നടക്കാനല്ലേ പറഞ്ഞത്? ഒരു നടക്കടി അങ്ങോട്ട്. ഏയ് ആരാടാ നിങ്ങളൊക്കെ? അവളെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ? അവളുടെ കൈവിട്. അതിലേക്ക് നീയാടാ വഴിന്ന് മാറിക്കടാ. ഞാൻ ആരാണെന്നോ? ഞാൻ അവൾക്ക് വളരെ വേണ്ടപ്പെട്ടവനാ. കൈയടറാ. ഇതിൽ നിനക്കൊരു ബന്ധമില്ല. വഴി മാറാ. അവളെയും കൊണ്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. ചേട്ടാ, ഇവനോട് വാ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ഞാൻ ദേ നോക്ക്, അവനെ വിട്ടേക്ക്. നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്? അവനെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. അവനെ വെറുതെ വിട്ടേക്ക്. അയ്യോ പാവാടാ അവൻ. അവനെ എന്തിനാ നമുക്ക്? അവനെ അങ്ങ് വിട്ടേക്കുന്നേ. നമുക്ക് ഇവിടെ മാത്രം മതി. പാമ്പ് നിന്റെ രൂപത്തിലാവട്ടെ, അല്ലെങ്കിൽ വേറെ ആരുടെ രൂപത്തിലും ആയിക്കോട്ടെ, ഇനി ഒരിക്കൽ എന്റെ കൺമുമ്പിൽ വന്നു പോയാ 100% അതിന്റെ മരണമായിരിക്കും അന്ന്. അത് നശിപ്പിക്കാൻ ആ പാമ്പിനെ ഇനി ഞാൻ സമ്മതിക്കില്ല. ഈ ലോകത്ത് എത്ര പാമ്പുണ്ടോ അതിനെ മുഴുവൻ ഞാൻ കൊന്നിരിക്കും. തൃശ്ശൂരിലെ നാഗങ്ങളുടെ മേൽ എന്തിനാണ് ഇത്രയും ദേഷ്യം? ആ മായങ്കനയുടെ ശാപം തൃശ്ശൂരിനെ ഇത്രയൊക്കെ മാറ്റിയിരിക്കുകയാണല്ലോ. നാഗം ആരുടെ രൂപത്തിലാണെങ്കിലും കൊല്ലുമെന്നല്ലേ അവൻ പറഞ്ഞത്? അപ്പോ എന്നെയും കൊല്ലുമായിരിക്കോ? ആദിശേഷൻ തന്നെ എന്റെ വഴിയിൽ തടസ്സമായിട്ട് വരുമോ? ശിവാനി, എന്തിനാ നീ കരയുന്നത്? തൃശ്ശൂർ വന്നോ? അവൻ വന്ന് നിന്നോട് സോറി പറഞ്ഞില്ലേ? എന്നാലും അവൻ നിന്നോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ചില സന്ദർഭങ്ങളില് ആരായാലും ചിലപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും. അവന് പകരമായിട്ട് ഞാൻ നിന്നോട് സോറി പറയാം. താലി കെട്ടിയ പുരുഷൻ തന്നെ സംശയത്തോടെ കണ്ടു കഴിഞ്ഞാൽ ആരൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു പ്രയോജനം ഉണ്ടാവില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. പക്ഷേ നമ്മള് തൃശ്ശൂലിന്റെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിന്നെ നാഗറാണിയുടെ രൂപത്തിൽ കണ്ടതുകൊണ്ടല്ലേ അവൻ അങ്ങനൊക്കെ പറഞ്ഞത്. എല്ലാത്തിനും കാരണം നിന്റെ രൂപത്തിൽ വന്ന അവളാ. അവൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല അങ്കിൾ. ഈ കാര്യത്തില് ഞാൻ നിസ്സഹായിയാണ്. അങ്ങനെയൊന്നും നീ കരുതണ്ട മോളെ. ഞാനുണ്ട് എപ്പോഴും നിന്റെ കൂടെ. അവൾ ഇനി നിനക്കൊരു പ്രശ്നമാവാതെ ഞാൻ നോക്കിക്കൊള്ളാം മോളെ. അവൾ ആരാണെന്ന് പോലും അറിയാതെ എങ്ങനെ തടയാനാ? അവളെ ഞാൻ തടഞ്ഞോളാം. പക്ഷേ നീ വീട് വിട്ട് പുറത്തേക്ക് എങ്ങും പോരുത്. അങ്കിൾ, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന അവൾ ആരാണെന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാ? ആ കാര്യം നീ എനിക്ക് വിട്ടേക്ക്. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ഇല്ല അങ്കിൾ, അവളെന്നെ ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവൾ ആരാണ്, എന്താണ് അവളുടെ ഉദ്ദേശം എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മോളെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഈ കാര്യത്തിൽ എന്നെ തടയാൻ നിൽക്കണ്ട. എന്റെ പേരിൽ ചാർത്തിയിരിക്കുന്ന കളങ്കം ഞാൻ തന്നെ ഇല്ലാതാക്കും. അതാരാണെന്നുള്ളത് ഞാൻ തന്നെ കണ്ടുപിടിച്ചിരിക്കും. പുറത്തു പോകേണ്ട അവസരം വന്നാൽ ഞാൻ പോയിരിക്കും അങ്കിൾ. ശിവാനി, ശിവാനി, ഞാൻ നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ കയ്യിൽ നിന്ന് ഒരൊറ്റ ചെല്ലിക്കാശ് പോലും നിനക്ക് കിട്ടില്ല. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നീ ചെയ്തോ. കൂൾ ദിഗ്വിജയ്, കൂൾ. ചുമ്മാ ഇങ്ങനെ അലറി വിളിച്ച് BP കൂട്ടി വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കി വെക്കണ്ട. എന്തെങ്കിലും സംഭവിച്ചു പോയാ വീട്ടിലുള്ള എല്ലാവർക്കും നിന്നെ നഷ്ടപ്പെട്ടു പോകും. ഫ്രണ്ടായ നീ പറയുന്ന വാക്കുകളാണോടാ ഇത്? ഏത് ഫ്രണ്ട്? അതൊക്കെ കഴിഞ്ഞുപോയി. നിനക്ക് തന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പരിണാമം അനുഭവിക്കാനുള്ള സമയം ഇപ്പൊ വന്നിരിക്കുക. എന്തൊക്കെയാടാ നീ പറയുന്നത്? നിന്റെ സന്തോഷത്തിന് തടയിടുന്ന ഒരു കാര്യം ചെയ്തു. എന്നുവെച്ചാ നിന്റെ ഫാമിലിയിൽ നീ ജീവന് തുല്യ സ്നേഹിക്കുന്ന ഒരാള് കുറഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാ നിന്റെ മകളെ ഞാൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. വീണേ, നീ എന്താടാ ചെയ്തേ? ഏയ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് അവളെ ഞാൻ കിഡ്നാപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയും നിനക്ക് ഞാൻ പറഞ്ഞ പൈസ അറേഞ്ച് ചെയ്ത് തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ
മുന്നോട്ട് എന്താ സംഭവിക്കാന്ന് നിനക്ക് തന്നെ അറിയാലോ. എടാ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ നേരിട്ട് എന്റെ മുമ്പിലേക്ക് വരണം. അതിന് പകരം എന്റെ മകളെ വെച്ചല്ല കളിക്കേണ്ടത്. എന്നെ നീ നീതിയും ന്യായവും പഠിപ്പിക്കുന്നത് ഒഴിവാക്കിയിട്ട് ഞാൻ പറഞ്ഞ പൈസ ആദ്യം അറേഞ്ച് ചെയ്യാൻ നോക്ക്. നീ സമയം വൈകിക്കും തോറും നിന്റെ മകളുടെ ജീവൻ ആപത്താണെന്നുള്ള കാര്യം ആലോചിക്ക്. നന്നായിട്ട് ആലോചിക്ക് ദിഗ്വിജയ്, നന്നായിട്ട് ആലോചിക്ക്. വീണെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവളെങ്ങനെ അവന്റെ കയ്യിലകപ്പെട്ടു? ഏയ്, എന്താണത്? ഗരുഡ് എന്താണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്? ശശി, ഒരു കല്ലെടുത്തെറിഞ്ഞ് കൊല്ലണവനെ. ചെല്ല്.